ഇവിടെ 5/625 തന്നിട്ടുണ്ട്. അങ്ങനെ 5/n-2 വില കാണും. 5/n-2 a/m/a/n എന്ന് പറയാം a/m-n ആണ് കൃത്യങ്ക നിയമം. 5/n-2 എന്ന് പറയാം 5/n/5 സ്ക്വയർ. 5/n എത്ര തന്നിട്ടുണ്ട് നമുക്കിവിടെ 625. 5 സ്ക്വയർ 25 625 സ്ക്വയറാണ്. അപ്പോൾ 625 25 വെച്ച് ഹരിക്കുമ്പോൾ 25 കിട്ടും. അല്ല 5 വെച്ച് കട്ട് ചെയ്തിട്ട് എഴുതാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. a/m/a/n a/m/a/n a/m-n 5/n-2 കൃത്യങ്ക നിയമം. 5/n-2 5/n/5 സ്ക്വയർ എഴുതാം. അതായത് 5/n വില ഇവിടെ തന്നിട്ടുണ്ട് 625/25 ഉത്തരം. അതായത് 25 സ്ക്വയറാണ്. സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 5 അവസാനിക്കുന്ന ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നത്. അതായത് ആദ്യം 5 സ്ക്വയർ എഴുതുക, പിന്നെയുള്ള സംഖ്യ ഇവിടെ 2ആണ്. 2ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് അതായത് 2 3 കൂടെ ഗുണിച്ച് അതിൻ്റെ അടുത്ത വശത്ത് എഴുതുക 625. അപ്പോൾ 25 സ്ക്വയർ 625. 625 25 വെച്ചായിരിക്കുമ്പോൾ 25 കിട്ടും. ഇവിടെ 4x = 4096. 4096 96നെ 4 കൊണ്ട് ശേഷം ഹരിക്കാമെങ്കിൽ നമുക്ക് 4ന്റെ പവറാക്കി എഴുതണം ഇത്. അതായത് 4 വെച്ച് ഹരിക്കുമ്പോൾ ഇത്രയും വരും. 4x = 4/6 എന്ന് വരും. 4x = 4/6. നമുക്ക് കൃത്യങ്ക നിയമം അനുസരിച്ച് a/m a/n ആയാൽ ഇവിടെ ബേസ് രണ്ടും തുല്യം, ഇവിടെ എന്നാൽ ഇവിടെ എന്നാൽ തുല്യമായാൽ പവർ ഇക്വേറ്റ് ചെയ്യുക. അതായത് എക്സിൻ്റെ വില 4x = 4/6 ആയാൽ ഇവിടെ ബേസ് രണ്ടും 4ആണ്. അതുകൊണ്ട് നമുക്ക് x = 6 എന്ന് കിട്ടും. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഉത്തരം 6. 4x 4096നെ 4ന്റെ പവറാക്കി എഴുതുക. 4/6 വരും. അതായത് 4x = 4/6. ഇവിടെ ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. കൃത്യങ്ക നിയമമാണ്. എക്സ്പോണൻഷ്യൽ തിയറി. x = 6 കിട്ടും. ഓപ്ഷൻ സി ആണ്.